ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കാണുന്ന വാഹനം ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് സിഗ്മ മോഡൽ ബ്ലാക്ക് കളറാണ്. പലർക്കും ഉള്ളൊരു കൺസേൺ ആയിരുന്നു, ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയന്റിൽ ബ്ലാക്ക് കളർ ഇല്ല, എന്നാൽ ഹൈ റൈഡറിന്റെ ബേസ് വേരിയന്റിലോട്ട് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഗ്രാൻഡ് വിറ്റാര മാറ്റിയിട്ട് ഹൈ റൈഡറിലേക്ക് പോയതായിട്ട് എനിക്ക് പേഴ്സണലി അറിയാം. ഇപ്പോൾ ആ പ്രശ്നം മാരുതി പരിഹരിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയന്റിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. ഈ 2026 വന്നപ്പോൾ എന്തെങ്കിലും മാറ്റം ഗ്രാൻഡ് വിറ്റാരയിൽ വന്നിട്ടുണ്ടോ? എത്രയാണ് 2026 അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്? ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ ഗ്രാൻഡ് വിറ്റാര ബേസ് സിഗ്മ മോഡൽ ബ്ലാക്ക് കളർ. ഈ ബ്ലാക്ക് കളർ വന്നപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ബേസ് വേരിയൻ്റ് എടുത്ത് നിങ്ങൾ ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ഗ്രാൻഡ് വിറ്റാര എടുത്ത് ആക്സസറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, അത് ബ്ലാക്ക് കളർ വാഹനമാണ് പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുന്ന വാഹനം ഈ ബേസ് സിഗ്മ വേരിയൻ്റ് ആണ്. കാരണം എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ എക്സാക്ട് സിമിലർ ലുക്കാണ്. ഈ ഒരു വാഹനം എടുത്തിട്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു സംഭവം ഇതിനകത്ത് വരുന്ന ബാക്ക് വൈപ്പർ മാത്രമാണ്. ബാക്കി എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ചെയ്ത് ടോപ്പ് എൻഡിൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ പലരും കമൻറ്റായിട്ട് വരായിരിക്കും, എനിക്ക് സൺറൂഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഒരു 12 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വാഹനം എടുക്കുന്നവർ സൺറൂഫ് നോക്കുന്നുണ്ടോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ലുക്ക് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളർ വാഹനം എടുത്തിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്നല്ല ഡീക്രോം ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ നിലനിർത്താം, അല്ലെങ്കിൽ വേറെ സ്പോട്ടി കിറ്റ് ആക്സസറി ആയിട്ട് ചെയ്യാം. അങ്ങനെ എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളർ ബേസ് വേരിയൻ്റ് എടുത്താലും ചെയ്യാനായിട്ട് പറ്റും. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ടോപ്പിലായിട്ട് 3 ജുവൽ ടൈപ്പിലുള്ള DRL കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാം. അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാരയുടെ ഹെഡ്ലൈറ്റിന് വെട്ടം കമ്പാരിറ്റീവ്ലി കുറവാണ്. നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും LED ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ഈ ഗ്രില്ല് നമുക്കൊരു എല്ലാ വേരിയൻറ്റുകളിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കത്തെ ഈ പോർഷൻ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലും കാണാം. അതാണ് ഇപ്പോൾ ബേസ് വേരിയൻ്റ് എടുത്താലും ടോപ്പ് എൻഡ് എടുത്താലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. ആകെ മിസ്സിംഗ് ആയിട്ട് വരുന്നത് നമുക്ക് റൂഫ് റെയിൽസും സൺ റൂഫുമാണ്. അതിൽ റൂഫ് റെയിൽസ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. വശങ്ങളിലേക്ക് വരുമ്പോഴും വരുന്ന ഒരേ ഒരു മിസ്സിംഗ് ഇതിനകത്ത് അലോയ്സ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അലോയ്സ് 46,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. പക്ഷേ ടയേഴ്സ് മാറ്റേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പോൾ ക്രെറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ ക്രെറ്റയുടെ ബേസ് വേരിയൻറ്റിൽ 205 16 ടയേഴ്സും ഒരു മിഡ് വേരിയൻ്റ് തൊട്ട് 17 ഇഞ്ച് വീൽസുമാണ്. പക്ഷേ ഗ്രാൻഡ് വിറ്റാരയിൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസാണ്, സെയിം ടയറുകളാണ്. നമുക്ക് അലോയ്സിലേക്ക് മാറ്റണമെങ്കിൽ അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷിൽ സ്റ്റീൽ വീൽസ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. വശങ്ങളിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ബാക്ക് വശം വരെ പോകുന്നത് കാണാം. മിറേഴ്സ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിപ്പോൾ ഏത് കളർ എടുത്താലും ബേസ് വേരിയൻറ്റിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. അപ്പോൾ ബ്ലാക്ക് എടുക്കുന്നവർക്ക് അതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ കാണാം. ഇത് വേണമെങ്കിൽ ഗ്ലോസിലേക്ക് ചേഞ്ച് ചെയ്താൽ മതി. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഗ്ലാസ്സുകൾ നിങ്ങൾക്ക് മറ്റേ കൂൾ ഫിലിമൊക്കെ ഒട്ടിച്ച് ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കാണ് ഈ വാഹനം. റൂഫ് റെയിൽസ് വരുന്നില്ല. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാം. ഇതും നിങ്ങൾക്ക് ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് സിമിലർ ആണ്. ഇപ്പോൾ ഈ വേരിയൻറ്റും ടോപ്പ് എൻഡും ആയിട്ട് വരുന്ന ഒരേ ഒരു ഡിഫറൻസ്, നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ വൈപ്പർ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഡീഫോഗർ ഇതിനകത്ത് വരുന്നത് കൊണ്ട് അത് വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ബാക്കിൽ സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതൊരു ഡിസൈൻ തന്നെ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഹൈ മൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കാണാം. ഈ ഒരു പോർഷൻ നമുക്ക് ഒരു ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറും. അതിൻ്റെ താഴെ നമുക്ക് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെ റിവേഴ്സ് ലൈറ്റ്, പിന്നെ താഴെ റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ബേസ് വേരിയൻറ്റിലും വരുന്നുണ്ട്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്കിപ്പ് പ്ലേറ്റ് കാണാം. ഇതിപ്പോൾ ഇതിൽ മ്യൂസിക് സിസ്റ്റം വരാത്തത് കൊണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആണ്. ഒരു വേരിയൻറ്റിലും ഗ്രാൻഡ് വിറ്റാരയിൽ സ്പെയർ വീല് വരുന്നില്ല. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം സ്പെയർ വീല് കാണാനില്ല. പഞ്ചർ കിറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയൻറ്റിലും സെക്കൻഡ് വേരിയൻറ്റിലും ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കുള്ള വീൽ കപ്പുകൾ കാണാം. ബാക്കിൽ നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പാഴ്സൽ ട്രേ വരുന്നില്ല, അതും ഷോറൂമിൽ നിന്ന് വാങ്ങാവുന്നതാണ്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ വരുന്നില്ല. 445 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് കാണാം. ഡോർ ഹാൻഡിൽസ് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ഇതിപ്പോൾ ഗ്ലോസിലേക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം ലേഔട്ടും സെയിം കളർ ടോണുമാണ്. ഇപ്പോൾ സീറ്റ ആൻഡ് ആൽഫ വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു പോർഷനും സെൻട്രൽ പോർഷൻസിലൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് കാണാം. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. നമുക്ക് 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ലോക്ക് ആൻഡ് അൺലോക്ക്. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കാണാം. അകത്ത് ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്. അകത്ത് കാണുന്ന ഈ ഒരു സിൽവർ ഫിനിഷ് നമുക്ക് എല്ലാ നോൺ ഹൈബ്രിഡ്, അതായത് സ്മാർട്ട് ഹൈബ്രിഡ് വാഹനങ്ങളിലും കാണാനായിട്ട് പറ്റും. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നമ്മളുടെ ഗ്രാൻഡ് വിറ്റാരയും ഹൈ റൈഡറും കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരേ ഒരു ഡിഫറൻസ് ഇപ്പോൾ ഹൈ റൈഡറിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അഡീഷണലി വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വാഹനം നിങ്ങൾ എടുത്തിട്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്താൽ കൂടിയും ഹൈ റൈഡറിൻ്റെ അത്രയും പ്രൈസ് വരുന്നില്ല. നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനും ഇവിടെ താഴെ കാണാം. എഞ്ചിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷനും ഇവിടെ ബേസ് വേരിയന്റിൽ വരുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാര ബേസ് സിഗ്മ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് വരുന്ന ഇവിടുത്തെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. അത് നമ്മൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഗ്രാൻഡ് വിറ്റാരയും കാണുന്ന സിമിലർ സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ആണ്, കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നടുക്ക സുസുക്കിയുടെ ലോഗോ കാണാം. സ്റ്റിയറിംഗ് വീല് ബേസ് വേരിയന്റിൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇപ്പോൾ പുറത്തുനിന്ന് പല ആക്സസറി ഷോപ്പുകളും സ്റ്റിയറിംഗ് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വീഡിയോസ് നമുക്ക് ഓൺലൈനിൽ കാണാനായിട്ട് പറ്റും. അത് നിങ്ങൾ ഷോറൂമിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് വാറണ്ടി കാര്യങ്ങൾക്കൊന്നും പ്രശ്നം വരില്ല. പക്ഷെ പുറത്തുനിന്ന് ചെയ്താൽ വാറണ്ടിയിൽ കൺസേൺസ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യമായ എല്ലാ ഇൻഫർമേഷൻസും കാണാം. മാരുതിയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന സെയിം സ്ക്രീൻ തന്നെയാണ്. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും അതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. താഴെ നമുക്കിവിടെ AC കൺട്രോൾസ് കാണാം. നടുക്ക് ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. അത് ബേസ് വേരിയന്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിന്റെ ഒരു ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഗിയർ ലിവർ അതൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെന്റർ ആംറസ്റ്റ് ബേസ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയന്റ് തൊട്ട് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ക്വാർട്ടർ റിവേഴ്സിൽ സൺവൈസസ് മിറർ ഒന്നും തന്നെ വരുന്നില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs ആണ്. അതൊക്കെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീസന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ്, വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ബേസ് വേരിയന്റ് എടുത്തിട്ട് ആക്സസറീസ് ചെയ്യാനാണ് നോക്കുന്നത് എങ്കിൽ ബെസ്റ്റ് ഇത് തന്നെയാണ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമ്മൾക്ക് ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഒട്ടുള്ള സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. ബാക്കിലേക്ക് നമുക്ക് AC വെന്റ്സ് ഈ ബേസ് വേരിയന്റിൽ വരുന്നുണ്ട്. വേറെ ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ അഡീഷണലി ഉൾപ്പെടുത്തിയിട്ടില്ല. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ബേസ് വേരിയന്റിലും സെന്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹെഡിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. ഗ്രാൻഡ് വിറ്റാരയിൽ അത്യാവശ്യം ലെഗ് സ്പേസ് വരുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഒരു 12 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ആണ്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അത് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അവിടുത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് 2 വശത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സൈഡിൽ നമുക്കൊരു ഹുക്കും അഡീഷണലി വരുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാരയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അങ്ങനെ
ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണേണ്ട ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഗ്രാൻഡ് വിറ്റാരയിലും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. 103 HP ആണ്. 114 Nm ടോർക്കൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നമ്മൾ ബ്രസയിലും എർട്ടിഗയിലൊക്കെ കണ്ട സെയിം പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇപ്പോൾ പലരും ഒരു കൺസേൺ ആയിരുന്നു മറ്റേ മാരുതിയുടെ ഈ ഒരു എഞ്ചിൻ അണ്ടർ പവേർഡ് ആണ് എന്നുള്ളത്. ഇപ്പോൾ റീസെന്റ് വന്ന സിയാറയുടെ അത്രയും വലിപ്പമുള്ള വലിയ വാഹനത്തിലും ടാറ്റ കൊടുത്തിരിക്കുന്ന 105 HP പവറുള്ളൊരു നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഇപ്പോൾ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. 2026 മോഡൽ ഗ്രാൻഡ് വിറ്റാരയുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ചെറിയ ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ബേസ് സിഗ്മ ആൻഡ് ഡെൽറ്റ വേരിയന്റുകൾക്ക് 25,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും 50,000 രൂപ എക്സ്ചേഞ്ച് ബോണസും. സീറ്റ ആൻഡ് ആൽഫ വേരിയന്റുകൾക്ക് 50,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും 50,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ 2025 മാനുഫാക്ചർ ചെയ്ത വാഹനമാണെങ്കിൽ ഇതിന് പുറമെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കൂടി ഓഫർ ലഭിക്കും. സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 1 ലക്ഷം രൂപ ലഭിക്കും. ഇപ്പോൾ ഈ ബേസ് സിഗ്മ വേരിയന്റ് നിങ്ങൾക്ക് 12,60,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ആ ഒരു ബഡ്ജറ്റിന് ഇതൊരു പക്ക വെർത്തായിട്ടുള്ള കാറാണ്. കാര്യം 12,60 എടുത്തു 40 രൂപയ്ക്ക് ആക്സസറീസ് ചെയ്താൽ കൂടെയും 13 ലക്ഷം രൂപ താഴെ നിങ്ങൾക്ക് ഒരു ഫുൾ ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് ഒരു ഫീച്ചർ ലോഡഡ് വാഹനമായിട്ട് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ടും വെർത്താണ്. ഇനി സെക്കൻഡ് വേരിയന്റ് ഡെൽറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ 14,15,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ആ ഡെൽറ്റയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അഡീഷണലി കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ മ്യൂസിക് സിസ്റ്റം, ആ 7 ഇഞ്ചിന്റെ സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, റൂഫ് റെയിൽസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അഡീഷണലി ആഡ് ആവുന്നത്. ആ ആഡ് ആവുന്ന ഐറ്റംസ് പുറത്തുനിന്ന് ആക്സസറൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് 13 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഈ സിഗ്മ വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇനി ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഡെൽറ്റ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം ഡെൽറ്റ തൊട്ടാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് 15,70,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഡെൽറ്റയിൽ തന്നെ നമ്മളെടുത്ത ഡെൽറ്റ പ്ലസ് ഹൈബ്രിഡ് വരുന്നുണ്ട്. ആ വാഹനത്തിന് ഇപ്പോൾ 19,30,000 രൂപയാണ് പ്രൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ട് ഇയറിന്റെ പ്രൊമോഷൻസ് അല്ലെങ്കിൽ പ്രൊമോഷൻ ടൈമിൽ വാഹനം എടുക്കണമെന്ന്. കാരണം എനിക്ക് ആ വാഹനം കിട്ടിയത് 17 ലക്ഷത്തി സംതിങ്ങിനാണ്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് കുറവുണ്ടായിരുന്നു. ഇനിയും ഗ്രാൻഡ് വിറ്റാറയിലെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് സീറ്റ വേരിയന്റ് ആണ്. 15,80,000 രൂപയാണ് സീറ്റ മാനുവലിന് പ്രൈസ് വരുന്നത്. സീറ്റ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 17,65,000 രൂപ. അപ്പോൾ സീറ്റ ഓട്ടോമാറ്റിക് ഒക്കെ എടുക്കുന്നവർക്ക് കുറച്ചും കൂടി പ്രൈസ് ആഡ് ഓൺ ചെയ്തിട്ട് ഡെൽറ്റ പ്ലസ് ഹൈബ്രിഡ് എടുക്കാം. കാരണം അതൊരു പക്ക വാല്യൂ ഫോർ മണി സംഭവം തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം മൈലേജ് ഒരു രക്ഷയില്ല. നോക്കിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ 25+ സിമ്പിളായിട്ട് ഡെൽറ്റ പ്ലസ് ഹൈബ്രിഡ് നിങ്ങൾക്ക് മൈലേജ് തരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഗ്രാൻഡ് വിറ്റാര ബേസ് സിഗ്മ വേരിയന്റ് ബ്ലാക്ക് കളർ വന്നതാണ്. അപ്പോൾ മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ ബൈ.